ഹലോ, ഞാൻ പ്രതാപൻ. MS Excelലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് എക്സ് ലുക്കപ്പ്. ലാർജ് വോളിയം ഡാറ്റ കണ്ടുപിടിക്കപ്പെടുന്നവർക്ക് പലപ്പോഴും അതിൽ നിന്നുള്ള ഒന്നോ രണ്ടോ ഡേറ്റകളെ മാത്രം വേർതിരിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായതും അല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കപ്പെടേണ്ടി വരുന്നതുമായ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വളരെ എളുപ്പമാർഗത്തിൽ നമ്മൾക്ക് ഡേറ്റകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടുന്ന ഒരു ഫംഗ്ഷനാണ് എക്സ് ലുക്കപ്പ്. ഫംഗ്ഷനുകൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. അതിൻ്റേതായ രീതിയിലുള്ള ഒരു സിൻടാക്സിലൂടെ നമുക്ക് എഴുതിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് ലഭ്യമാകുകയുള്ളൂ. ഒരു പക്ഷേങ്കിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ഫംഗ്ഷനുകളിലെ അല്ലെങ്കിൽ ആ കീബോർഡുകൾ കൊടുക്കപ്പെടുന്ന വാല്യൂകൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് സ്ക്രീനിൽ ഒരു എറർ മെസ്സേജ് വരാറുണ്ട്. ആ എറർ മെസ്സേജിന് പലപ്പോഴും പലതരത്തിലുള്ള മീനിങ് ആയിരിക്കാം. ആ എറർ കറക്റ്റായിട്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന ഡേറ്റ സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അത് എഴുതുന്ന രീതി കറക്റ്റാക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് ലഭ്യമാകുകയുള്ളൂ. ഇവിടെയും MS Excelൽ പലപ്പോഴും നമ്മൾക്ക് പലതരത്തിലുള്ള എററുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ കൂടി ഓണാക്കി ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയും. നമുക്ക് എക്സലിൽ എങ്ങനെയാണ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനുകളിലൂടെ ഡേറ്റകളെ കണ്ടുപിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എക്സലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് സെയിൽസ് എന്ന് പറയുന്ന ഒരു കോളമുണ്ട്. അത് ഏത് ഏരിയകളിലാണ് സെയിൽസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുണ്ട്. സെയിൽസ്മാൻ്റെ പേരുണ്ട്. ഇത്രയും ഇൻഫർമേഷൻസിൽ നിന്ന് എനിക്ക് വേർതിരിച്ച് കിട്ടേണ്ടത് ഓരോ സെയിൽസ്മാനും അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരാളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാകേണ്ടതെന്നുണ്ടെങ്കിൽ എക്സ് ലുക്കപ്പിൽ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈക്വൽ സിമ്പിളാണ്. എപ്പോഴും മനസ്സിലാക്കുക, ഏതൊരു ഫംഗ്ഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിലും ഏതൊരു ഫോമുല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും MS Excelൽ തുടക്കത്തിൽ നമ്മൾ ഈക്വൽ സിമ്പിൾ കൊടുക്കുക. അതിനുശേഷം ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അതിനകത്ത് കണ്ടൻസ് ആയിട്ട് സെല്ലുകൾ വരാം. അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഡേറ്റകൾ വരാം. ഡേറ്റകളെ തന്നെ പലതായിട്ട് നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നുണ്ട്. നമ്പറുകളായിട്ടുള്ളതുണ്ട്, ടെസ്റ്റുകളായിട്ടുള്ളതുണ്ട്, ഡേറ്റുകളാവാം. അങ്ങനെ പലതരത്തിലുള്ള ഡേറ്റകളെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ആയതിനാൽ ആ ഫംഗ്ഷൻ്റെ പേരെഴുതുന്നു എക്സ് ലുക്കപ്പ്. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ഇൻഫർമേഷൻസുകൾ കണ്ടുപിടിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഏത് ഡേറ്റയാണോ അല്ലെങ്കിൽ ഏത് കോളത്തിൻ്റെ ഏത് സെല്ലിനെയാണോ ബേസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം കാണിച്ചു കൊടുക്കുക. അതിനുശേഷം കോമ കൊടുക്കുക, റേഞ്ച് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ സെലക്ട് ചെയ്യപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അടുത്ത റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ സെയിൽസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈക്വൽ സിമ്പിൾ കൊടുത്തു. അതിനുശേഷം ഫംഗ്ഷൻ എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു. അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഏത് ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് സെയിൽസ് വാല്യൂ കാണേണ്ടത് ആ സെല്ല് കൊടുത്തു. അതിനുശേഷം റേഞ്ചുകൾ പറഞ്ഞു കൊടുത്തു. 2 റേഞ്ചുകൾ, സെയിൽസ് മാൻ്റെ ആ റേഞ്ചും പറഞ്ഞു കൊടുക്കുക, സെയിൽസിൻ്റെ റേഞ്ചും പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു എറർ മെസ്സേജാണ്. ഔട്ട്പുട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന എറർ മെസ്സേജ് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഹാഷ് സിമ്പലിനോടൊപ്പം നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളതാണ്. ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ അല്ല ഉദ്ദേശിക്കുന്നത്, നോ വാല്യൂ ആണ്. എന്നാൽ നമ്മൾക്ക് കണ്ടുപിടിക്കപ്പെടേണ്ട വാല്യൂ ഔട്ട്പുട്ട് കിട്ടേണ്ടതിന് ആവശ്യമായ
കോളത്തിനകത്ത് വാല്യൂ ലഭ്യമായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റിസൾട്ട് ലഭ്യമാകുന്നതാണ്. അപ്പോഴെനിക്ക് ബെൻ എന്ന് പറയുന്ന ആളുടെ സെയിൽസിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ആ ആളുടെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കീ അമർത്തുന്നു. നമുക്കവിടെ റിസൾട്ട് കിട്ടി. അങ്ങനെ ഓരോരുത്തരുടെയും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിന് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ #n_a എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് ആണ് നോ വാല്യൂ എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.